Hello, good evening my dear students. So welcome back to Srivalsam Edu Hub. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യയുടെ സെക്കൻഡ് പാർട്ടാണ്. സോ എല്ലാവർക്കും സ്ട്രൈറ്റ് അവേ പേജ് നമ്പർ 89 അവസാനം അല്ലേ, ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് തൊട്ടാണ് ഇനി പഠിക്കാനുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് നിർത്തിയപ്പോൾ മൈഗ്രേഷനെ പറ്റിയൊക്കെ പഠിച്ചായിരുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ എന്താണ് ഈ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് എന്ന് നമുക്ക് നോക്കാം. സോ birth rate and death rate are important factors in estimating the population growth of an area. അപ്പോൾ ഒരു ഏരിയയിലെ പോപ്പുലേഷൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിനെ മെഷർ ചെയ്യണം, അളക്കണമെങ്കിലൊക്കെ ഈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കൂടെ കറക്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ ബർത്ത് റേറ്റ് എന്താണ് തൊട്ടടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബർത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബേർത്ത്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ 1000 പേര് ഉണ്ടെന്ന് വെച്ചോ, അതിൽ എത്ര പേര് ലൈവ് ബർത്ത് നടക്കുന്നുണ്ട്, അതായത് 1000 പേരെടുക്കുകയാണെങ്കിൽ അതിൽ എത്ര പിള്ളേർ ജനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയിട്ട് എന്തെടുക്കാം, ബർത്ത് റേറ്റ് എടുക്കാം. അപ്പോൾ 1000 പേരുണ്ടെങ്കിൽ പോപ്പുലേഷനിൽ ചിലപ്പോൾ ഒരു 10 30 ലൈവ് ബർത്ത് എന്ത് ചെയ്യാം, ആ ഒരു ടൈം പീരീഡിൽ നടക്കാം. അതേപോലെ തന്നെയാണ് ഡെത്ത് റേറ്റും. ഡെത്ത് റേറ്റ് എന്ന് പറയുന്നതും നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000 ഓഫ് പോപ്പുലേഷൻ ഇൻ എ പർട്ടിക്കുലർ ഏരിയ അറ്റ് എ സ്പെസിഫിക് ടൈം. അതായത് നമ്മൾ 1000 പേരുള്ളതിൽ എത്ര പേര് എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ഏരിയയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കേരളം എടുക്കാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം എടുക്കാം. അതുപോലെ തന്നെ അറ്റ് എ സ്പെസിഫിക് ടൈം, ഇത് അളക്കുന്നത് എപ്പോഴായിരിക്കും, ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 5 മാസത്തിലോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും എന്താണ്, 1000 പേരടങ്ങുന്ന ഒരു പോപ്പുലേഷനിൽ എത്ര പേര് ജനിച്ചെന്നും എത്ര പേര് മരിച്ചെന്നും എന്ന് അളക്കുന്ന ഒരു രീതിയാണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും. അപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല, ബട്ട് അറിഞ്ഞു വയ്ക്കുക. ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ ശിശു മരണ നിരക്കാണ്. അതായത് 1000 ബർത്ത് ഒരു വർഷം, അല്ലെങ്കിൽ 1000 പിള്ളേർ ജനിക്കുന്നെന്ന് വെച്ചാൽ അതിൽ എത്ര പേര് മരിച്ചു പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് ഒരു വുമൺ കുഞ്ഞിന് ജനനം കൊടുക്കുന്ന സമയത്ത് മരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. സോ അതും നമ്മൾ ഈ 1000 ബർത്തിൽ എത്ര വുമൺ ഡൈ ആവുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ താഴെ പറയുന്ന മറ്റൊരു കാര്യം, ഒരു രാജ്യത്തിൻ്റെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, അതായത് ശിശുമരണ നിരക്കും അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കാണിച്ചു തരുന്നത് എന്താണ്, ആ ഒരു കൺട്രി എത്രമാത്രം ബാക്ക്വേർഡാണ്. ഇപ്പോൾ ബാക്ക്വേർഡ് എന്ന് വെച്ചാൽ എന്താണ്, എത്രമാത്രം അണ്ടർ ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം പുറകിലോട്ടാണ്. അതുപോലെ പോവേർട്ടി അല്ലെ, ഒരു സ്ഥലത്തെ ദാരിദ്ര്യം, അതിനെയൊക്കെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഓരോ റേറ്റുകളും ഒരു രാജ്യത്തെ പറ്റി പഠിപ്പിച്ചു തരുന്നത്. സോ അതുകൊണ്ടാണ് ഈ റേറ്റ് അറിഞ്ഞാൽ മാത്രമേ നമ്മളെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണോ ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനും പറ്റൂ. സോ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. അപ്പോൾ ബർത്ത് റേറ്റിൻ്റെയും ഡെത്ത് റേറ്റിൻ്റെയും ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, പോപ്പുലേഷൻ ഗ്രോത്ത് എടുക്കുന്നത്. എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോസ് ഡൗൺ വെൻ ദ ബർത്ത് റേറ്റ് ഈസ് ലോ ആൻഡ് ദ ഡെത്ത് റേറ്റ് ഈസ് ഹൈ അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോ ആവുന്നത് എപ്പോഴായിരിക്കും, ബർത്ത് റേറ്റ് ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലേ, ഡെത്ത് റേറ്റ് കൂടുതലും ആയിട്ടിരിക്കും. ഇനി ഇത് നേരെ തിരിയും. എപ്പോൾ പോപ്പുലേഷൻ കൂടും, അതെപ്പോഴാണ്, ബർത്ത് റേറ്റ് ഒരുപാട് എക്സീഡ് ചെയ്യുകയെന്ന് വെച്ചാൽ കൂടിയിരിക്കുമ്പോഴും ഡെത്ത് റേറ്റ് എന്തായിരിക്കും, കുറഞ്ഞുമിരിക്കും. അപ്പം തൊട്ട് താഴെ നിങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ടേബിൾ കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മളെ 1901 തൊട്ട് 2001 വരെയുള്ള ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റിനെ കാണിക്കുന്ന ഒരു ടേബിളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് ഒരു റേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ആക്ച്വലി 2001 എത്തുമ്പോൾ എന്താണ്, അത് കുറഞ്ഞ് എന്ത് ചെയ്യാണ്, വരികയാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. സോ ആ ടേബിളിന് താഴെയുള്ളത് നോക്കിയോ, ദ ആക്യുറസി ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പെൻഡ്സ് ഓൺ റിപ്പോർട്ടിംഗ് ദീസ് ടു ദ റെലവൻറ്റ് ഏജൻസീസ്. ഇൻ മോസ്റ്റ് കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു രജിസ്റ്റർ ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് ഓൺ ടൈം. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു രാജ്യത്തെ പോപ്പുലേഷൻ അറിയാനായാലും ഈ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിൻ്റെ കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു അളവ് അല്ലെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ ബർത്തും ഓരോ ഡെത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതാത് ഏജൻസികളെ അറിയിക്കണം. അപ്പോൾ തൊട്ട് താഴെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്,
കാര്യം ഇങ്ങനെ ഇന്ത്യയിൽ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യണമല്ലോ, അത് മാൻഡേറ്ററിയാണ്, അതായത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ താഴെ പറയുന്ന ക്വസ്റ്റ്യൻ, വെയർ ഡു വി രജിസ്റ്റർ ബേർഡ്സ് ആൻഡ് ഡെത്ത്സ് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് വെയർ ഡു വി രജിസ്റ്റർ ബേർഡ്സ് ആൻഡ് ഡെത്ത് ഇൻ അർബൻ ഏരിയാസ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഏജൻസികളിൽ എന്ത് ചെയ്യണം, നമ്മളെ ഡെത്ത് റേറ്റും അതുപോലെ തന്നെ ബർത്ത് റേറ്റും ഒക്കെ അറിയിക്കണം. നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറിയിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ റൂറൽ ഏരിയാസിൽ എവിടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, അളക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഏജൻസി ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഗ്രാമപഞ്ചായത്തുകൾ വഴി ചെയ്യാം. അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ രജിസ്ട്രാർ ഓഫ് ബേർഡ്സ് ആൻഡ് ഡെത്ത്സ് എന്ന് പറയുന്ന എന്താണ്, ഒരു ഓഫീസർ കാണും, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വില്ലേജിൽ കാണും, അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പറയാൻ പറ്റും. അതുപോലെ ഇനി അർബൻ ഏരിയ, സിറ്റി ഏരിയാസിലൊക്കെ ആണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഈ ഒരു ബർത്ത് റേറ്റിനെയും ഡെത്ത് റേറ്റിനെയും പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത്. അപ്പോൾ തൊട്ട് താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രിപ്പയർ എ നോട്ട് ഡിസ്കസിങ് ഹൗ എപ്പിഡമിക്സ്, ഫെമൈൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് മോർട്ടാലിറ്റി റേറ്റ്സ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സോ ഞാൻ ഇതിൻ്റെ ഉത്തരമൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ആക്ച്വലി നിങ്ങൾക്ക് അത് പഠിക്കാനില്ലാതെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് ആൻസർ നിങ്ങൾക്ക് വായിച്ചെടുത്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനും ഉണ്ട്, ഫൈൻഡ് ഔട്ട് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ഇൻ ഇന്ത്യ ആൻഡ് കേരള 2011 സെൻസസ് റിപ്പോർട്ട് വെച്ചിട്ട് എങ്ങനെയാണ്. നമ്മൾ പഠിച്ചായിരുന്നു 2011 ശേഷം പിന്നെ സെൻസസ് റിപ്പോർട്ട് അവർ ചെയ്യാൻ പറ്റിയില്ല, കാര്യം കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിൻ്റെ ഉത്തരം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം, താഴെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലത് ബർത്ത് റേറ്റ് 21.8 പെർ 1000 പോപ്പുലേഷൻ ആയിരുന്നു, ഡെത്ത് റേറ്റ് 7.1 ആയിരുന്നു പെർ 1000. കേരളത്തിൽ ബർത്ത് റേറ്റ് 14.7ഉം ഡെത്ത് റേറ്റ് 7ഉമാണ്. അപ്പോൾ കേരളത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ബർത്ത് റേറ്റാണ് എന്തുള്ളത്, കേരളത്തിന് ഉള്ളത്. സോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഡെൻസിറ്റി പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു അല്ലേ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഈസ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ മേജർ സോഷ്യോ എക്കോണമിക് ഫാക്ടേഴ്സ് ഓഫ് ആൻ ഏരിയ. അപ്പോൾ ഒരു സ്ഥലത്തെ സാമൂഹികമായിട്ടുള്ളയും സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ബാധിച്ചിരിക്കുന്നു. കാര്യം പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്കറിയാം, ഒരു സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്രമാത്രം ആൾക്കാരാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്, 2 ഡെഫിനിഷനാണ് താഴെ പറയുന്നത്. ഒന്ന് പോപ്പുലേഷൻ്റെ ഡെഫിനിഷൻ, അതുപോലെ മറ്റത് എന്താണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന്. ഇപ്പോൾ പോപ്പുലേഷൻ ഓഫ് എൻ ഏരിയ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ദാറ്റ് ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം അല്ലേ. അപ്പോൾ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ ഇത്ര നമ്പർ ഓഫ് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കും അല്ലേ. അതെപ്പോഴായിരിക്കും, ആ ഒരു ഏരിയയിൽ ഒരു വർഷത്തിലോ അല്ലെ 5 വർഷത്തിലോ അങ്ങനെ താമസിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ദ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ. നമ്മളൊരു സ്ക്വയർ കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു ആവറേജ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ് എന്തെന്ന് പറയുന്നത്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ അതുപോലെ തൊട്ട് താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സാമിൻ ദ 2011 സെൻസസ് റിപ്പോർട്ട് ആൻഡ് ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്സ് വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് ദ സ്റ്റേറ്റ്സ് വിത്ത് ദ ലോവസ്റ്റ് അല്ലേ. സോ അതിൻ്റെ ആൻസേഴ്സൊക്കെ നോക്കാം. ഹയസ്റ്റ് പോപ്പുലേഷൻ ഉത്തർപ്രദേശാണ്, ലോവസ്റ്റ് സിക്കിം, ആൻഡ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡൽഹി, ആൻഡ് ലോവസ്റ്റ് വൺ അരുണാചൽ പ്രദേശാണ് കേട്ടോ. അപ്പോൾ ഈ ആൻസേഴ്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഒരു ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് സ്കൂളിൽ കൊടുക്കാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്, ദർ ആർ നോട്ടീസബിൾ റീജിയണൽ ഡിഫറൻസസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അതായത് നമ്മൾ ഒരു ഇന്ത്യയിലെ പല റീജിയൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കേരള, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡൽഹിയുടെ കാര്യവും അതുപോലെ ലോവസ്റ്റ് ആയിട്ടുള്ള അരുണാചൽ പ്രദേശിൻ്റെ കാര്യവും പറഞ്ഞില്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ 2011 സെൻസസിൽ നമുക്ക് മനസ്സിലായി ഡൽഹിക്ക് ഹയസ്റ്റ് പോപ്പുലേഷനും അരുണാചൽ പ്രദേശിന് ലോവസ്റ്റും ആണ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, വാട്ട് ആർ ദ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ഏരിയാസ്. ഒരുപാട് പോപ്പുലേഷനുള്ള സ്ഥലങ്ങളിലെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്.
നമുക്ക് കോമൺ സെൻസോടെ ആലോചിച്ച് അതിനെ മനസ്സിലാക്കും. ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ് അല്ലേ, നമ്മൾ തുറന്ന പ്രദേശങ്ങളൊന്നും കാണത്തില്ല, ഫുള്ള് മതിലുകളും ബിൽഡിങ്സും ഒക്കെ ആയിപ്പോവും. പൊല്യൂഷൻ ഭയങ്കരമായിട്ടായിരിക്കും, അത്രമാത്രം വെഹിക്കിൾസും അതുപോലെ ഫ്രിഡ്ജ് ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടുന്തോറും പോപ്പുലേഷൻ കൂടും. പിന്നെ വാട്ടർ സ്റ്റോറേജ് എന്തായിരിക്കും, വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രെയിനേജ് ഫെസിലിറ്റി നിങ്ങൾക്കറിയാം എന്ത് പാടായിരിക്കും ഡ്രെയിനേജൊക്കെ കറക്റ്റായിട്ട് ഒഴുകി പോകാൻ. അതുപോലെ തന്നെ ക്രൗഡിങ്, ഒരുപാട് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ഒരുപാട് ആൾക്കാർ കാണും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്ന് അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് പറയാം, അതായത് ജോലി അവസരങ്ങൾ കുറയും. ഇനാഡിക്വേറ്റ് ഹൗസിങ്, പ്രോപ്പറായിട്ടുള്ള വീടുകളും കാര്യങ്ങളും അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കറക്റ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കത്തില്ല. അതുപോലെ ട്രാഫിക് കൺജഷൻ നമുക്ക് പറയാം, ഒരുപാടധികം ട്രാഫിക് ബ്ലോക്സും കാര്യങ്ങളും. അതുപോലെ പുവർ സാനിറ്റേഷൻ അല്ലേ, അതായത് വൃത്തിഹീനമായ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ആൾക്കാരൊക്കെ ഓവറായിട്ടൊരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ഏരിയാസിലുള്ള മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന സോഷ്യൽ പ്രോബ്ലംസ്, സമൂഹത്തിൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, വൈ ഡു സം ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഹാവ് എ ഹയർ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് സം ഹാവ് ലോവർ? അപ്പോൾ എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഒരുപാട് പോപ്പുലേഷൻ ഉള്ളതും ചില സ്ഥലങ്ങളിൽ ഒട്ടും പോപ്പുലേഷൻ ഇല്ലാത്തതും എന്തെന്നാണ്? അതിൻ്റെ ഒന്നാമത്തെ കാര്യം ക്ലൈമറ്റ് അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നോർത്ത് അമേരിക്ക അല്ല, നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ പോയി താമസിക്കാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ക്ലൈമറ്റ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എങ്ങനത്തെ ക്ലൈമറ്റ് നോക്കും? ഒരു ബാംഗ്ലൂരോ അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ എന്താണ്, വലിയ ചൂടുമില്ല വലിയ തണുപ്പുമില്ല, ആ ഒരു ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കും. അതുപോലെ തന്നെ ഒരു സ്ഥലത്തെ ടോപ്പോഗ്രഫിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഒരു സ്ഥലത്തെ ഒരു ഭൂപ്രകൃതി എങ്ങനെയായിരിക്കും, അവിടെ വെള്ളമുണ്ടോ, കാര്യങ്ങളൊക്കെ അതിലെ ടോപ്പോഗ്രഫിയിൽ വരും. പിന്നെ അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് സോയിൽ, പല ടൈപ്പ് ഓഫ് സോയിലുകൾ, അതിൽ നല്ലത് അലൂവിയൽ സോയിലൊക്കെ ആണെങ്കിൽ കുറേ കൂടെ ഫെർട്ടൈൽ ആയിരിക്കും, അപ്പോൾ അവിടെയൊക്കെ നല്ല കൃഷിയും നല്ല പ്രോഡക്ട്സും ഒക്കെ കിട്ടും. പിന്നെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്തായാലും വിട്ടുപോകും അല്ലേ. പിന്നെയും നമുക്ക് പറയാം എക്കോണമിക് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരുപാട് ജോലി അവസരങ്ങൾ അതുപോലെ ബിസിനസ് അവസരങ്ങൾക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലും ആൾക്കാർ താമസിക്കാൻ പോകുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ, ലിറ്ററസി റേറ്റ്സ് അല്ലേ, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. ലിറ്ററസി റേറ്റ്സ്, വിദ്യാഭ്യാസം കൂടിയ ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾക്ക് ആൾക്കാർ അട്രാക്ഷൻ കൂടും. അതുപോലെ ഹെൽത്ത് കെയർ അസസ് അല്ലേ, നല്ല ഹെൽത്ത് കെയർ സിസ്റ്റമുള്ള സ്ഥലങ്ങളിൽ ആരാണ് ജീവിക്കാത്തത് അല്ലേ. അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചില സ്റ്റേറ്റ്സിന് വളരെ ഹൈ പോപ്പുലേഷൻ ഗ്രോത്തും ചിലയിടത്ത് ഏറ്റവും കുറവ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ് മെയിൽ ഫീമെയിൽ റേഷ്യോ അല്ലെങ്കിൽ ചൈൽഡ് സെക്സ് റേഷ്യോ എന്നുള്ളതാണ് പറയുന്നത്. സോ മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത് it influences population growth and its consequences. The male-female ratio in population affects birth rate, death rate and migration, etc. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മെയിൽ-ഫീമെയിൽ റേഷ്യോ നമ്മളെ പോപ്പുലേഷൻ ഗ്രോത്തുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതായത് ഇപ്പോൾ ഒരു മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നെയാണ്. ഒരു സ്ഥലത്ത് 1000 മെയിൽസ് നോക്കുമ്പോൾ അവിടെ എത്രമാത്രം ഫീമെയിൽ ഉണ്ട് 1000 മെയിലിന്, അതാണ് മെയിൽ ഫീമെയിൽ റേഷ്യോ എന്നോട് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഈ മെയിൽ ഫീമെയിൽ റേഷ്യോയും പോപ്പുലേഷനുമായിട്ടുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ എങ്ങനെ പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. അതിന് നമ്മൾ ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിലെ ബർത്ത് റേറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് മെയിൽസാണ് ഏറ്റവും കൂടുതലും ജനിക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും അവസ്ഥ? അടുത്ത് ജനനം കൊടുക്കാനായിട്ട് വുമൻസ് കുറവാണ്. അപ്പം ബർത്ത് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോപ്പുലേഷൻ കുറയാം. ഇതൊരു എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെ ഡെത്ത് റേറ്റും ഉണ്ട്. ഇപ്പോൾ ഡെത്ത് റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ മരണം ഇപ്പോൾ പല ജെൻഡറിലായിരിക്കും. ചിലപ്പോൾ ഒരു സ്ഥലത്ത് കൂടുതൽ ആണുങ്ങളായിരിക്കും മരിക്കുന്നത്, ചിലയിടത്ത് കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും മരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പോപ്പുലേഷൻ ഗ്രോത്തിനെയും ബാധിക്കും. അതുപോലെ മൈഗ്രേഷൻ അല്ലേ, ഇപ്പോൾ കൂടുതലും മെയിൽസ് ആയിരിക്കും ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ നോക്കുമ്പോൾ എന്ത് പറ്റും? ഒരു ബാലൻസ് കാണില്ല, നമ്പർ ഓഫ് മെയിൽസ് കുറയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെയിൽ ഫീമെയിൽ റേഷ്യോയും പോപ്പുലേഷനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇനി എന്താണൊരു സെക്സ് റേഷ്യോ എന്ന് നോക്കണം. It is the number of females per 1000 males in a particular area during a specific period of time. അതായത് നമ്മളിപ്പോൾ ഒരു ഫീമെയിൽസിനെ എടുക്കുകയാണെങ്കിൽ 1000 മെയിൽസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെ എത്രമാത്രം ഫീമെയിൽസ് ആണോ ഉള്ളത് അതിനെയാണ് പറയുന്നത് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഏരിയക്കകത്തായിരിക്കും എടുക്കുന്നത്. അതുപോലെ ഒരു
പീരീഡ് ഓഫ് ടൈം, അതായത് ഫോർ എക്സാമ്പിൾ 1 ഇയർ, ആ ഒരു ടൈമിൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെടുത്ത് നോക്കുന്നത്, ഈ ഒരു സെക്സ് റേഷ്യോ എടുത്ത് നോക്കുന്നത്. ഇനി ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 years. അതായത് 0 മുതൽ 6 വയസ്സ് ഇടയിലുള്ള 1000 മെയിൽസും അതുപോലെ അവിടെ ജനിക്കുന്ന ഫീമെയിൽസിനെയും വെച്ചിട്ടാണ് ചൈൽഡ് സെക്സ് റേഷ്യോ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചൈൽഡ് സെക്സ് റേഷ്യോയുടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഹെഡിങ് അല്ലേ, ഡിക്ലൈനിങ് മെയിൽ ഫീമെയിൽ റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1961 നമ്മൾ 2011 പോകുമ്പോൾ ചൈൽഡ് സെക്സ് റേഷ്യോയിൽ ഒരുപാടധികം എന്തുണ്ട്, കുറവുണ്ട്. മെയിൽ ഫീമെയിൽ റേഷ്യോയിൽ ഒരു മാർജിനലി എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ടേബിളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ പേജ് നമ്പർ നെക്സ്റ്റ് പേജ് എടുത്തോളൂ, 92 നമുക്ക് എന്താണുള്ളത് നോക്കാം. സോ മെയിൽ ഫീമെയിൽ പ്രൊപ്പോർഷൻ ഹാസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൽ ഫീമെയിൽ ബാലൻസ്. മെയിൽ ഫീമെയിൽ റേഷ്യോ ഈസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ടു എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ സൈസ് ഇൻ ആൻ ഏരിയ. ഈ പറഞ്ഞ കാര്യമാണ് നമ്മൾ കുറച്ച് മുമ്പേ ഡിസ്കസ് ചെയ്തത്. അതായത് നമ്മളെ മെയിൽ ഫീമെയിൽ പ്രൊപ്പോർഷൻ, ആ ഒരു റേഷ്യോ നോക്കുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ അത് ആരെ ബാധിക്കാം? മെയിലിനെയും ബാധിക്കാം, അത് ഫീമെയിലിനെയും ബാധിക്കാം. കാര്യം കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, മാരേജിനുള്ള മാരേജ് പാറ്റേൺസ് എന്ന് പറയും. അതായത് കറക്റ്റായിട്ട് വിവാഹം കഴിക്കാൻ എന്താണ് മെയിൽസിനെ ഒരു ഏരിയയിൽ കിട്ടാതാവും. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില വിദേശ രാജ്യങ്ങളിൽ അവിടെ നമ്മൾ മെയിലാണെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 5 വർഷം 10 വർഷം ഫ്രീ ആയിട്ട് നിൽക്കാം, ഫുള്ള് ചിലവ് ഗവൺമെൻറ് നോക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളുമാണ് ഈ മെയിൽ ഫീമെയിൽ പ്രൊപ്പോർഷൻ കറക്റ്റ് അല്ലെങ്കിൽ, റേഷ്യോ കറക്റ്റ് അല്ലെങ്കിൽ. അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു സൊസൈറ്റി കറക്റ്റായിട്ട് ഒരു ബാലൻസ് ആയിട്ട്, അതാണ് പറയുന്നത്, മെയിൽ ഫീമെയിൽ ബാലൻസ് ഉണ്ടാവണമെങ്കിൽ ഈ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു മെയിൽ ഫീമെയിൽ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോപ്പുലേഷൻ ഗ്രോത്ത് നോക്കുന്നത്. ഒരു ഏരിയയിലെ എത്രമാത്രം ആൾക്കാർ, അവിടെ പോപ്പുലേഷൻ സൈസ് എത്രമാത്രം ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നൊക്കെ നമുക്ക് ഈ ഒരു റേഷ്യോ വെച്ച് പഠിക്കാൻ പറ്റും. സോ വാട്ട് ഈസ് ദ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇൻ ഇന്ത്യ ആൻഡ് കേരള ആസ് പെർ ദ 2011 സെൻസസ്. അപ്പോൾ 2011 സെൻസസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ഇന്ത്യയിൽ 940 ഫീമെയിൽസാണ് 1000 മെയിൽസിനുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ ടേബിളിൽ ഇപ്പോൾ കണ്ടതാണ്. കേരളത്തിലാണെങ്കിലോ 1084 ഫീമെയിൽസാണ് ഫോർ എവരി മെയിൽസ് എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ എന്താണ്, ഹയർ ഫീമെയിൽ ടു മെയിൽ റേഷ്യോ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ കഴിയുന്നത്. സോ ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് മൈറ്റ് ബി ദ സോഷ്യൽ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ഡിക്രീസിങ് മെയിൽ ഫീമെയിൽ റേഷ്യോ. അപ്പോൾ ഇനി അടുത്ത് പറയുന്നത് എന്താണ്, എന്തൊക്കെ പ്രോബ്ലംസാണ് ഇങ്ങനെ മെയിൽ ഫീമെയിൽ റേഷ്യോ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് നമുക്ക് പറയാം, അവിടെയുള്ള വുമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ വയലൻസ് വളരെയധികം കൂടും. പിന്നെ മാരേജ് മാർക്കറ്റുകളിൽ നമുക്ക് എന്താണ്, പ്രോപ്പറായിട്ട് മെയിലിനനുസരിച്ച് ഫീമെയിലിനെ കണ്ടെത്താൻ പാടായിരിക്കും. പിന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലേ, നമ്മളെ ഈ മനുഷ്യക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർദ്ധിക്കും. കാര്യം മെയിലിനായാലും ഫീമെയിലിനായാലും എന്താണ്, ഡിമാൻഡ് കൂടും, അവരെ ആൾക്കാർക്ക് ആവശ്യമുണ്ടെന്നുള്ള രീതിയാവും. പിന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വർദ്ധിക്കും അല്ലേ. പണ്ടത്തെ പോലെ മെയിൽസ് ഫീമെയിൽസ് രണ്ട് സൈഡിലാണ്, അല്ലെങ്കിൽ മെയിൽസിനേക്കാളും താഴ്ന്നാണ് ഫീമെയിൽസ്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വരും. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്താണ് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി തൊട്ട് താഴെ പറയുന്നുണ്ട് എന്താണ്, നിതി ആയോഗ് ഹാസ് പുട്ട് ഫോർവേഡ് എഫേർട്സ് ടു ഇംപ്രൂവ് മെയിൽ ഫീമെയിൽ റേഷ്യോ. ഒക്കെ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിതി ആയോഗൊക്കെ എന്താണ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഗേൾസിന് ബെറ്റർ ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ട്, വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഈ ബോക്സ് നിങ്ങൾക്ക് എക്സാമിനില്ല, പക്ഷേ മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ്, ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലേ. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ തന്നെ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ഫൈനൽ പാർട്ടായിട്ട് ചെയ്യാം. ഫുൾ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സീ യു ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.